അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ അമ്പിയാക്കന്മാരിൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള നബി ആണല്ലോ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അള്ളാഹു എന്തുകൊണ്ട് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇത്രമാത്രം ഇഷ്ടപ്പെട്ടു? ബഹുമാനപ്പെട്ടവർക്ക് ബഹുമാനം നൽകി, ഗൗരവം നൽകി. അത് ഖുർആൻ തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, നമ്മെ മനസ്സിലാക്കി തന്നിട്ടുണ്ട്. ധാരാളം പരീക്ഷണങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കൊണ്ട് അള്ളാഹു പരീക്ഷിച്ചപ്പോഴൊക്കെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിൽ വിജയിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പൊരുത്തം എന്ന് മാത്രം ലക്ഷ്യം വെച്ച് ജീവിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. അത് എത്ര വലിയ വിഷയമാണെങ്കിലും, അത് എങ്ങനെയുള്ള വിഷയമാണെങ്കിലും അള്ളാഹുവിൻ്റെ പൊരുത്തമാണെങ്കിൽ അത് ചെയ്യും. അള്ളാഹുവിൻ്റെ പൊരുത്തമല്ലെങ്കിൽ ആ ഭാഗത്ത് തന്നെ ചിന്തിക്കാത്തവരാണ് ബഹുമാനപ്പെട്ടവർ. അങ്ങനെ എത്രയോ നല്ല നല്ല കാര്യങ്ങൾ ഇസ്ലാം ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു. മില്ലത്തി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ചെറിയ കണ്ടുപിടി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ നാം പിൻപറ്റണം. കാരണം എത്രയോ നല്ല നല്ല സ്വഭാവങ്ങൾ, എത്രയോ നല്ല നല്ല വിഷയങ്ങൾ ബഹുമാനപ്പെട്ടവരുടെ ജീവിതത്തിൽ നാം കണ്ടുപഠിക്കാനുണ്ട് എന്ന് ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിലെ വളരെ ഗൗരവമുള്ളൊരു വിഷയമാണ് ബഹുമാനപ്പെട്ടവർ അതിഥികളെ ബഹുമാനിക്കുക, അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത്. ചരിത്രകാര ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറയുന്നത് കാണാം. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു വക്തിൽ, അത് ഏത് സമയമാവട്ടെ, ഒരു വക്തിൽ ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ബഹുമാനപ്പെട്ടവരുടെ കൂടെ കുറച്ച് ആൾക്കാർ ഉണ്ടായാലേ ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കുകയുള്ളൂ. ഒറ്റക്കായി ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിച്ച ചരിത്രം തന്നെ ഇല്ല. ബഹുമാനപ്പെട്ടവർ ഭക്ഷണം കഴിക്കണമെന്ന് ഉദ്ദേശിച്ചപ്പോൾ അവിടെ നാട്ടുകാരെ വിളിച്ചുകൂട്ടുകയാണ്, പാവപ്പെട്ടവരെ വിളിച്ചുകൂട്ടുകയാണ്. ആരുമില്ലെങ്കിൽ എവിടെന്നെങ്കിലും ആൾക്കാരെ കൂട്ടി വന്ന് തൻ്റെ വീട്ടിൽ അവർക്കും കൂടി ഭക്ഷണം വിളമ്പി ബഹുമാനപ്പെട്ടവർ ഭക്ഷിക്കുന്നൊരു സ്വഭാവക്കാരനായിരുന്നു ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന് വളരെ ഗൗരവത്തോടു കൂടെ നാം മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ഭക്ഷണം മറ്റുള്ളവരെ ഭക്ഷിപ്പിക്കുക, നമ്മളെ ഭക്ഷണം മറ്റുള്ളവരെ ഭക്ഷിക്കുക എന്ന് പറയുന്നത് അത് വലിയൊരു തൗഫീഖാണ്. പലപ്പോഴും നാം സ്വതക്ക കൊടുക്കുന്നുണ്ടാകാം, പലപ്പോഴും നാം സഹായ സഹകരണങ്ങൾ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ നമ്മളെ വീട്ടിൽ നാം ഇടയ്ക്കിടെ, അത് പാവപ്പെട്ടവർക്കാവട്ടെ, കുടുംബക്കാർക്കാവട്ടെ, ആർക്കുമാവട്ടെ, നമ്മുടെ വീട്ടിലുള്ള ഭക്ഷണം അത് ചില ആൾക്കാർ ഇടയ്ക്കിടെ മോമിനിങ്ങളെ കഴിച്ചുകൊണ്ടിരിക്കണം. അത് വലിയ കുടുംബത്തിന് ബറക്കത്താണ്, നമ്മളെ സമ്പത്തിന് അത് ബറക്കത്താണ്. പലപ്പോഴും നാം അതിനൊക്കെ ഒഴിവാക്കുകയാണ്, അതിന് നാം വഴിമാറാൻ നോക്കുകയാണ്. താല്പര്യമില്ലാത്തതുപോലെ നാം അതിനെ കാണുകയാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മളാൽ കഴിയുന്ന രീതിയിൽ, നമുക്ക് എത്ര ആൾക്കാർക്കാണോ, ഏത് രീതിയിലാണോ ആ രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ വീട്ടിൽ ചില അതിഥികളെ ക്ഷണിച്ചുകൊണ്ട് നാം ഭക്ഷണം നൽകുന്നവരാകണം. അങ്ങനെ അതിഥികളെ സൽക്കരിക്കുന്നവർ, അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, അങ്ങനെ താല്പര്യപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അത് വലിയ ബർക്കത്തുണ്ടാകും. ഒന്ന് നമ്മളെ ചുറ്റുവശം ഒന്ന് കണ്ണോടിച്ചു നോക്ക്. നമ്മളെ കൂട്ടത്തിൽ ചില ആൾക്കാർക്ക്, ചില ഉമ്മമാർക്ക്, ചില ബാപ്പന്മാർക്ക് വലിയ സന്തോഷമാണ് വീട്ടിൽ ഒരു രണ്ടാൾക്കാരെ കൂട്ടി വരിക, അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഒന്നിരിക്കലോ മുതാലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ ഉസ്താമാർക്ക് ഭക്ഷണം കൊടുക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കുക. വീട്ടിൽ ആരെങ്കിലും ഈ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് എത്തിയാൽ അവരെ നിർബന്ധിപ്പിച്ചിട്ട് അവരെ ഭക്ഷണം കഴിപ്പിച്ചു കൊടുക്കുക. അങ്ങനെ ഭക്ഷിപ്പിക്കുന്ന വിഷയത്തിൽ വലിയ താല്പര്യപ്പെടുന്ന ഉമ്മമാരും ബാപ്പമാരും നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവരെ ജീവിതം ഒന്ന് പരിശോധിച്ചു നോക്കൂ. വലിയ ബർക്കത്തായിരിക്കും, വലിയ സന്തോഷമായിരിക്കും. അതേ സമയത്ത് നമുക്ക് കഴിയുന്നുണ്ടെങ്കിലും പോലും അതിന് താല്പര്യപ്പെടാതെ, ആ ഭാഗം ചിന്തിക്കാതെ, അതിന് ശ്രമിക്കാതെ, നമ്മൾ കഴിയുന്ന രീതിയിൽ പോലും ആ ഭാഗം നാം ശ്രമിക്കാതിരിക്കുമ്പോൾ നമുക്ക് നാശം വരികയാണ്, നമ്മളെ സമ്പത്തിൽ നാശം വരികയാണ്. നമ്മുടെ സമ്പത്തിൽ ഒരു കാവലും ഉണ്ടാവുകയില്ല. വീട്ടിൽ ബർക്കത്ത് കിട്ടാൻ വലിയ കാരണമാണ്
അതേ അതിഥികളെ സൽക്കരിക്കുക, നമ്മുടെ ഭക്ഷണം മറ്റുള്ളവർ കഴിക്കുക, അവരെ കഴിപ്പിക്കുക എന്നുള്ളത് അത് വലിയൊരു ബർക്കത്താണ്. അതാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ധാരാളം മഹത്വങ്ങളെ കുറിച്ച് പറയുമ്പോൾ മഹാന്മാർക്കൊക്കെയും എടുത്തു പറയാനുള്ള ഒരു വിഷയം തന്നെ, ബഹുമാനപ്പെട്ടവർ അതിഥികളെ സ്വീകരിച്ചിരുന്നു. തൻ്റെ വീട്ടിന്റെ ഭക്ഷണത്തിന്റെ കൂടെ മറ്റുള്ളവരെ കൂടെ കൂട്ടുമായിരുന്നു. അതാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ വലിയൊരു സ്വഭാവം, എടുത്തു പറയേണ്ട ഒരു സ്വഭാവമെന്ന് മഹാന്മാർ പറയുന്നു. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ തൻ്റെ ഖലീലായി സ്വീകരിക്കാൻ പല കാരണങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം കൂടി അത് തന്നെയാണ്. അതേ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ്. ധാരാളം ഖുർആനിൽ ഭക്ഷണം നൽകുന്നതിനെ കുറിച്ച്, ഭക്ഷണം നൽകുന്നവരെ പ്രശംസിച്ചുകൊണ്ട് അവരെ മദ്ഹ് പറഞ്ഞുകൊണ്ടൊക്കെ ധാരാളം ആയത്തുകൾ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, അല്ലാഹു നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതേ അല്ലാഹുവിന് ഏറെ ഇഷ്ടമാണ് മറ്റുള്ളവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത്. അതാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യയിൽ നിന്ന്, അവിടുത്തെ സ്വഭാവങ്ങളിൽ നിന്ന്, അവിടുത്തെ ജീവിതത്തിൽ നാം പഠിക്കേണ്ട വലിയൊരു പാഠം എന്ന് നാം ഉൾക്കൊള്ളണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നല്ല സ്വഭാവം തന്ന അല്ലാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.